കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിമുടക്കിന്റെ ഭാഗമായി INTUC വളരെ സജീവമായി നിൽക്കുന്നു. INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. പണിമുടക്ക് ആരംഭിച്ചു. പൂർണ്ണമായിട്ടും കേരളത്തിലെ പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട് ജനങ്ങൾ എന്നുള്ളതാണ് തോന്നുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് പണിമുടക്കിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പണിമുടക്ക് രാജ്യവ്യാപകമായി എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ അപ്പാടെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളും പണിമുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷക മേഖലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പോലും കർഷകരുടെ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു കാലത്തും കിട്ടാത്ത പിന്തുണയാണ് ഈ വർഷത്തെ ഈ സമരത്തിന് കിട്ടുന്നത്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ബഡ്ജറ്റ് പൊതുവായി തൊഴിലാളിക്ക് വിരുദ്ധമാണ്, ജനങ്ങൾക്ക് വിരുദ്ധമാണ്, കർഷകർക്ക് വിരുദ്ധമാണ്. തൊഴിലാളിയും കർഷകരും കൂടി 104 കോടിയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത്? ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പാർലമെൻറ്റിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കോഡിൻ്റെ ചില ഭേദഗതികൾ കൊണ്ടുവരികയാണ്. എന്താ ഭേദഗതി എന്നറിയാമോ? അന്ന് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് നിയമമാക്കി പാർലമെൻറ്റിന് പാസ്സാക്കി നോട്ടിഫൈ ചെയ്തപ്പോൾ അതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പഴയ നിയമങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ പഴയ നിയമങ്ങൾ കോട്ട് ചെയ്താൽ ഏതെങ്കിലും കോടതി വ്യവഹാരങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ആരോ ഉപദേശിച്ചതനുസരിച്ച് ഇന്ന് അതെല്ലാം അപ്പാടെ എടുത്തു കളയാൻ, അഥവാ ഈ തൊഴിലാളി സമരങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് തൊഴിലാളിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്. ഇതിനെതിരെയുള്ള ജനരോഷം അത് ജനങ്ങൾ മൊത്തമായി ഏറ്റെടുക്കുന്ന ഒരു സമരമാണ്. ഞാൻ പറഞ്ഞല്ലോ, 144 കോടി ആളുകളിൽ 104 കോടി കർഷകരും തൊഴിലാളികളും കൂടി ഉള്ളവർ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതിയും മതവും ഒന്നും ഇതിൽ എല്ലാ കാലത്തും നിൽക്കത്തില്ല. അവനവന് ജോലിയെടുത്ത് ജീവിക്കാൻ അന്തരീക്ഷമില്ലെങ്കിൽ പ്രതികരിക്കും. അപ്പോൾ എല്ലാ തൊഴിൽ സ്ഥിരതയും ഇല്ലാതാകുന്നു, സാമൂഹ്യ സുരക്ഷ ഇല്ലാതാകുന്നു, പെൻഷൻ അടക്കമുള്ളത്. ഈ ഗവൺമെൻറ് വന്നിട്ട് ചെയ്തെന്താ? കൂടിയാലോചനകളില്ല, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വിളിക്കുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ INTUC ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. ഇവരുടെ മനോഭാവം ഭാരതവൽക്കരണം പറഞ്ഞുകൊണ്ട് രാജ്യത്ത് വന്ന ഈ BJP സർക്കാരിൻ്റെ മനോഭാവം അന്തർദേശീയവൽക്കരണമാണ്. ബഹിരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി മാത്രം ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും തീറെഴുതി കൊടുക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. ഇന്നത്തെ ഈ സമരം വലിയ വിജയമാണ്. വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഈ ലേബർ കോഡുകൾ പിൻവലിക്കണം. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ കൈകളിൽ കിട്ടുന്ന 369 രൂപ കിട്ടുന്ന ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്തിനാണ് ഇല്ലാതാക്കിയത്? വികസിത ഭാരതമാണെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളില്ലാതെ വികസിക്കാൻ പറ്റുമോ? ഈ ഗവൺമെൻറ് വന്നിട്ട് 12 വർഷമേ ഉള്ളൂ. 53.4 ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ 12 വർഷം കൊണ്ടുണ്ടാക്കിയതാണ്. ഒരിക്കലും ഈ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത മഹാപാപമാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ BMSഉം BJP ഒന്നും നോക്കാതെ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെയിടുന്ന കാലം അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ ഒന്നും നമ്മുടെ കൈവശമില്ലെങ്കിലും ആജ്ഞാപിച്ച് അവിടുന്ന് പറത്തിവിട്ട ഒരു പ്രധാനമന്ത്രിയുടെ നാടാണ്, ഇന്ദിരാഗാന്ധിയുടെ നാടാണ്. ഏകപക്ഷീയമായി വില കൂട്ടിയപ്പോൾ വലിച്ചു കയറി നിക്സൻ്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്കാൻ കരുത്ത് കാണിച്ച പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് നെഞ്ചളവെന്ന് പറഞ്ഞാൽ എന്ത് നെഞ്ചളവാണ്? പാകിസ്ഥാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന, ചൈനയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന, നമ്മുടെ പ്രദേശങ്ങൾ പോലും കൈയടക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പട്ടാള മേധാവി പറയുന്ന വാക്കുകളെ ഭയപ്പെടുന്നൊരു ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെയൊരു ഗവൺമെൻറ് ഈ രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന, കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനും ജാതി മത ചിന്തയ്ക്കും ഉപരിയായി ചിന്തിക്കുന്ന ഒരു സമരമായിട്ടാണ് ഇത് മാറുന്നത്. ഇതൊരു വലിയ വിമോചന മുന്നേറ്റമാണ്. ഒരു വശത്തെ സമരം ഇങ്ങനെ വളരെ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇത്ര മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ മറുവശത്ത് ആ സമരത്തോട് ഐക്യപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് പാർട്ടി മെനിഞ്ഞാന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ പിന്തുണ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ PCC പ്രസിഡന്റ് അടക്കം ഇന്ത്യയിൽ മുഴുവൻ കൊടുത്തു. ആ സർക്കുലറിൻ്റെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കൊടുത്തു. ഈ ജാഥയുടെ കാര്യം നമ്മുടെ കോഴിക്കോട് ജില്ലാ INTUC പ്രസിഡന്റും STUവിൻ്റെ ജില്ലാ പ്രസിഡന്റും കൂടി UDFൻ്റെ ജില്ലാ നേതൃത്വമായിട്ട് സംസാരിച്ചു. അപ്പോഴെന്താ പ്രശ്നം? LDFന് 3 ജാഥയുണ്ട്, UDFനെ സംബന്ധിച്ച് ഒറ്റ ജാഥയാണ്. ഒറ്റ ജാഥയുടെ ഷെഡ്യൂൾ മാറിപ്പോയാൽ അതെല്ലാം പിന്നീട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജാഥ നടക്കട്ടെ എന്ന് ഞങ്ങൾ കൂടി പറഞ്ഞിട്ടാണ്. അതിൽ നിന്ന് ജാഥ അതിൻ്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തിൻ്റെ ജാഥ നടക്കട്ടെ. ആ ജാഥ നടക്കുന്നത് കൂടി ഇതിന് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരെ കൂടിയാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ജാഥ നടക്കട്ടെ എന്ന് ഞങ്ങൾ കൂടി പറഞ്ഞിട്ടാണ്. അപ്പോൾ യാത്ര നടത്തുന്നത് ഇതിനെ ഒരു തരത്തിലും ബാധിക്കില്ല? ഒരിക്കലും ബാധിക്കത്തില്ല.
ഒരിക്കലും മാറ്റേണ്ടതായിരുന്നില്ല. അങ്ങനെ മാറ്റണം. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു, UDFൻ്റെ ഒരു നിലപാട് അവരെടുക്കുന്നു, അതിനെ നമ്മൾ സഹകരിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നടത്തുന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണമായിട്ടും വിജയകരമാണ്, അല്ലെങ്കിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് INTUC സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ലേബർ കോഡ് പിൻവലിക്കും വരെ സമരം മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഷെഡ്യൂൾ മാറ്റേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടിയാണ് INTUC സംസ്ഥാന അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.